നീ തന്നെ ശിർക്ക് ചെയ്താൽ എന്ന് അത് റസൂലുള്ളയുടെ ഉമ്മത്തിനെ ഭയപ്പെടുത്താനാണ്. അള്ളാന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദേശം, എല്ലാവരും നേരെ ഇരിക്കുക. ചില ആൾക്കാർക്ക് ഉറക്ക് വരും, തുടങ്ങുമ്പോൾ ഉറങ്ങുക. നേരെ ഇരുന്നിട്ട് എല്ലാവരും സഫു ശരിയാക്കി. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് പറയുന്ന, ഉദാഹരണമായി നാം ഓതി വെച്ചൊരായത്ത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അടുത്ത പദം കേട്ടോളൂ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, പടച്ചോനെ, നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ മകള് ലേബർ റൂമിലാണ്, ചെറിയൊരു വിവരം വന്നു, ചെറിയൊരു പ്രശ്നം, ഒരു ഒപ്പിടണം, എന്താ മരിച്ചാ പ്രശ്നമൊന്നുമില്ലാതെ ഒപ്പിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആ ലേബർ റൂമിന്റെ പുറത്തുക്കുമ്പം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വിളി ഇങ്ങോട്ട് വരും. ആ വിളി ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങൾ ആരെ വിളിക്കും? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ.